സഖാവിന്റെ വീട്ടിലെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ ഈടിന്റെ കാർ തല്ലി പൊളിക്കാൻ പോയി. സഖാവിന് വിവരം ഉണ്ടായിട്ടാ അല്ല, സഖാവിന് ആവശ്യം, സഖാവിനെ മൂപ്പിച്ചു വിട്ടു. സഖാവിന് ആ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇത് വേണം. അവനവന്റെ വീട്ടിൽ അരി മേടിച്ചു കൊടുക്കാൻ നിന്നില്ല, ഒരു പെയിന്റ് അടിക്കാൻ നിന്നില്ല, ഒന്നും ചെയ്തില്ല. If you are not a communist at your 25, you don't have a heart. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നിടത്താണ്. ഈ ചില സമയത്ത് പെൺകുട്ടികൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോ അൺഫെയർ ആയിട്ട് തോന്നിയിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ചില കഥകളുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ സ്ത്രീകളായിട്ടുണ്ട്. ഉണ്ട്. അപ്പോഴും നമ്മുടെ കേരളത്തിലൊരു മുഖ്യമന്ത്രി സ്ത്രീകളായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി KR ഗൗരിയമ്മ ആയ സമയത്ത് ആകെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആയിട്ടില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരിയമ്മ ഭരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായില്ലെന്ന് വെച്ചാൽ ഇവിടുത്തെ പുരുഷ മേധാവിത്വം അതിന് സംഭവിച്ചില്ല. തമ്മിൽ പ്രോഗ്രാമിലൂടെ എല്ലാവരുടെയും മനസ്സ് കവർന്ന്, അതായത് പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകൾക്ക് ഒരു ഭീഷണിയായി മാറിയ ഫയാസ് പി അക്ബർ ആണ് ഇന്ന് നമ്മളുടെ ഗസ്റ്റ്. റെസ്പോൺസ് കേരളയ്ക്ക് ഫയാസിനും കുടുംബത്തിനും സ്വാഗതം. ആദ്യമേ തന്നെ ഈ ഒരു പരിപാടിയിൽ വന്ന ശേഷം ഒരുപാട്, അതായത് ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അനുഭവം ഒന്ന് പറയാമോ? അതിപ്പോ എനിക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് പോണത് ഒത്തിരിയൊന്നുമില്ല. എനിക്ക് അത് റിപ്പീറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നടക്കുന്നു. എപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാനിപ്പോ തമ്മിലല്ല, വേറെ എന്ത് കണ്ടന്റ് ആണെങ്കിലും റീച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് പിന്നെ ഒരാഴ്ചക്ക് കാണില്ല, റിപ്പോർട്ട് അടിച്ച് കൂട്ടിക്കും. അത് ഇവർക്ക് സ്ഥിരമുള്ളതാണ്. ഇവർക്ക് ലൈക്ക് ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ എന്റെ വീഡിയോ എപ്പോ ഇതായാലും പിന്നെ കുത്തിയിരുന്ന് മെയിൽ അയക്കലും അങ്ങനെ കുറെ പരിപാടികൾ. പിന്നെ ഞാൻ പിന്നെ തിരിച്ചു വീണ്ടും അവർക്ക് റിക്വസ്റ്റ് അയച്ച് ID പ്രൂഫ് വെച്ച് വെരിഫൈ ചെയ്ത് അങ്ങനെ കുറെ, അത് സ്ഥിരമുള്ളതാണ്. അപ്പൊ സ്ഥിരമുള്ളതാണ്. ആ തമ്മിൽ പ്രോഗ്രാമിൽ ഇപ്പോ ഫെമിനിസം എന്ന വാക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണവും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടി ഒന്ന് പറയാമോ? ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്ത് ചാൾസ് ഫോറിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഒട്ടോപ്യൻ ഒരു തിയറിസ്റ്റ് ആണ്. അത് പുള്ളിയെ ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, ഈ ചില കാര്യങ്ങള് അത് പച്ചയ്ക്ക് പറയുന്നവൻ വൃത്തികെട്ടവനും അത് കുറച്ച് കാവ്യാത്മകമായി പറയുന്നവൻ എഴുത്തുകാരൻ എന്ന് പറയും. അതേ ലെവലിൽ തന്നെയാണ് പുള്ളിയുടെ എഴുത്തുകളെല്ലാം. ലൈംഗികത, പിന്നെ അതിന്റെ ഫാന്റസി, അങ്ങനെയുള്ള തരത്തിലുള്ള എഴുത്തുകളാണ്. ആ പുള്ളി അതിനകത്ത് എഴുതി വെച്ചാൽ ചില കാര്യങ്ങൾ പറയുന്നത് സ്ത്രീയെ സെക്ഷലി പ്രൊമിസ്ക്യൂസ് ആക്കണം, കുടുംബം എന്ന് പറയുന്ന ഫാമിലി, കല്യാണം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചാൽ മാത്രമേ സ്ത്രീയെ നമുക്ക് എംപവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവര് അതിന് മുമ്പും പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. അതൊന്നുമില്ല. ഇവർക്ക് കോർ ആവശ്യം ഉണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ഫെമിനിസം തുടങ്ങിയ ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് ഈ ലൈംഗികത, കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതായിരുന്നു. സോ അവർ ആ വേർഡാണ് ചൂസ് ചെയ്തത്. പിന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന വേർഡ് ആ ടൈമിൽ യൂസ് ചെയ്തിരുന്നത് സെക്ഷലി പ്രൊമിസ്ക്യൂസ് ആയിട്ടുള്ള വുമണ്ണെ ഇത് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ഈ ഫെമിനൈൻ ആയിട്ടുള്ള ആണുങ്ങളെ ഇതാക്കാനും ഒക്കെ ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്തത്. അപ്പൊ ഇവർക്ക് നല്ല വേർഡ് കിട്ടാതെ അല്ല, ഇവർക്ക് ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോർ അജണ്ട തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ സെക്ഷലി പ്രൊമിസ്ക്യൂസ് ആയിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയെ ഇവർ വൈറ്റ് വാഷ് ചെയ്യണമെന്നാണ്. യുദ്ധങ്ങള് പണ്ട് കാലം കണ്ടുപോലുള്ള ഈ യുദ്ധങ്ങൾ ജയിച്ചവരാണ് ചരിത്രങ്ങൾ ഉണ്ടാക്കുക. കുമാരസംഭവ സിനിമയൊക്കെ പോലെ. അപ്പൊ ഇവര് ഒന്നാം ഈ പരിപാടി എമിലിയ പാൻക്രസ്റ്റ് പോലുള്ള ആൾക്കാർ അവര് തുടങ്ങിയത് ബേസിക്കലി ഈ പറയുന്ന തുല്യത അതിനൊന്നും അല്ല. തുല്യത ആണെങ്കിൽ എല്ലാവർക്കും തുല്യത വേണം. അധികാരത്തില് വൈറ്റ് ആയിട്ടുള്ള കുറെ ആണുങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഈ പറയുന്ന സ്ലേവറി അടിമ പരിപാടിയൊക്കെ നിർത്തി പോകുന്ന സമയമാണ്. അപ്പൊ ഇവർക്ക് പ്രിവിലേജ് ആണ് വേണ്ടിയിരുന്നത്. ആ പ്രിവിലേജിന് വേണ്ടിയിട്ട് ഇവര് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്നത്. അത് തന്നെ തുല്യത വേണം, ഞങ്ങൾക്ക് തുല്യ അവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കാണിച്ചു കൂട്ടുന്നു. പക്ഷെ അതേസമയം കറുത്ത വർഗ്ഗക്കാര് തുല്യരല്ല. അപ്പൊ ഇവര് തുല്യത എന്ന് പറയുന്നത്, ഇവരുടെ തുല്യത എന്ന് പറയുന്നത് പ്രിവിലേജ് ആണ് വേണ്ടത്, അധികാര ഇതില്. പക്ഷെ നമ്മളൊരു കാര്യത്തിൽ തുല്യത വേണമെന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളും തുല്യത എടുക്കണം. തീർച്ചയായിട്ടും. ഇതേ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. അപ്പൊ ഇവരെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുല്യത വേണം, ഞങ്ങൾക്ക് അടുക്കളയിൽ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് അടുക്കളയിൽ പോയിരുന്നു. അതേസമയം ഈ വോട്ടവകാശം, തുല്യത, അധികാരത്തിലിരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന സ്ത്രീകൾ തന്നെ യുദ്ധത്തില് പങ്കെടുക്കാത്ത പുരുഷന്മാരെ, എൻറോൾ ചെയ്യാത്ത പുരുഷന്മാരെ വെള്ളത്തൂവൽ അവരുടെ ദേഹത്ത് കൊണ്ടാക്കിയിട്ട് അവന്മാരെ അവമാനിച്ച് യുദ്ധത്തിൽ എൻറോൾ ചെയ്യിപ്പിക്കാം. യുദ്ധത്തിൽ എൻറോൾ ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ പൊട്ടൻഷ്യലി ചാവാൻ പോണം.
ഇവരുടെ വാലിഡേഷന് വേണ്ടി ചാവാൻ പോകണമെന്നുള്ള ലെവലിൽ വരെ അവമാനിച്ചു. എന്നാൽ ഇവരാരും യുദ്ധത്തിന് എൻറോൾ ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് അടുക്കള പണി മതി, ഞങ്ങൾ തൽക്കാലം അവിടെ ഇരുന്നോളാം, യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീണ്ടും വന്നോളാം എന്നുള്ള ലെവലായിരുന്നു. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ഇവര് ചെയ്ത ഈ യുദ്ധത്തിൽ ആൾക്കാരെ എൻറോൾ ചെയ്യിപ്പിക്കാന്, ആണുങ്ങളെ യുദ്ധത്തിൽ എൻറോൾ ചെയ്ത് കൊലക്കി കൊടുക്കാൻ ഇവര് ചെയ്ത ആ ഒരു എഫേർട്ടിനെയാണ് അന്നത്തെ ഗവൺമെന്റ് വോട്ടവകാശമായിട്ട് കൊടുത്തത്. അല്ലാതെ ഇവരുടെ ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് ഇവര് പറഞ്ഞ ഞങ്ങൾ പോരാടി നേടിയ വോട്ടവകാശം അതല്ല. ഇത് അന്നത്തെ കാലത്ത് ഇവർക്ക് മറ്റേ ഒരു ഇതും ചെയ്യാതെ ഞങ്ങൾക്ക് അധികാര സ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് അതിനല്ല. അപ്പൊ ഈ ലെറ്റർ ബോംബ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കെറോസിൻ വെച്ചിട്ട് അത്ര ബുദ്ധിയുള്ളൂലേ. മണ്ണെണ്ണ അങ്ങനെ 4 പേര് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരടക്കം മരിച്ചിട്ടുണ്ട്, കുട്ടികൾ മരിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സംഗതികളും ടെററിസ്റ്റ് അറ്റാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെററിസ്റ്റാണ്. ഇപ്പൊ ഇതേ ലോജിക് വെച്ച് നോക്കുകയാണെങ്കിൽ താലിബാൻ അല്ലെങ്കിൽ ISIS ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മെജോറിറ്റി വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഉണ്ടാക്കും അവരുടെ ചരിത്രം. ഞങ്ങൾ ധാർമ്മികമായി സൂപ്പറാണ്, ഞങ്ങൾ അടിപൊളിയാണ് എന്നൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവര് നൈസായിട്ട് 1ാം ലോക മഹായുദ്ധത്ത് അന്നത്തെ ഭരണാധികാരികൾക്ക് ഫേവർ ആയിട്ട് കുറെ ആൾക്കാരെ കൊലക്ക് കൊടുക്കാനുള്ള മൂവ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് അത് കഴിഞ്ഞപ്പോ എന്നാ പിന്നെ നിങ്ങൾ എടുത്തോ. അങ്ങനെയുള്ള വെളുത്തവർഗക്കാരി സ്ത്രീകൾക്കാണ് ഈ വോട്ടവകാശം കിട്ടിയത്. അല്ലാതെ അന്നും എല്ലാ വെളുത്തവർഗക്കാരി സ്ത്രീകൾക്കും കിട്ടിയിട്ടില്ല, കറുത്തവർഗക്കാരെ ആർക്കും കിട്ടിയിട്ടില്ല. അന്ന് ഇവര് പറഞ്ഞ കറുത്തവർഗക്കാർക്ക് കൊടുക്കേണ്ടതാണ്. അവര് മോശമാണ്, അവര് സെക്കൻഡ് ക്ലാസ് ആണ്, നമ്മള് വൈറ്റ് പീപ്പിൾ എല്ലാം സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇവർക്ക് വേണ്ടിയിരുന്ന എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ റേസിസ്റ്റ് ആണ്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്, അധികാരത്തിലുണ്ട്, ഞങ്ങൾ വൈറ്റ് വുമണും ബ്ലാക്ക് വുമണൊക്കെ ബ്ലാക്ക് പീപ്പിളൊക്കെ ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് സുപ്പീരിയോറിറ്റി വേണം. നമ്മൾ വൈറ്റ് പീപ്പിൾ പ്രിവിലേജ് ഉള്ള സുപ്പീരിയർ റേഷ്യലി സുപ്പീരിയർ അല്ലേ, അപ്പൊ ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും അത്രേ ഉള്ളൂ. അത് പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവരെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോ CJPയുടെ പരിപാടി നടന്നിട്ടുണ്ട് ഡൽഹിയിൽ. കമ്മ്യൂണിസ്റ്റിന്റെ CPIയുടെ ആനി രാജ അവിടെ പോയ പ്രശ്നം. പുള്ളിക്കാരത്തി ജെൻസി അല്ല, പുള്ളിക്കാരത്തി CJP അല്ല. പക്ഷെ അവിടെ പോയി നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ഭാവിയിൽ അതിന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് മദർ ഓഫ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സാവിത്രിബായി ഫൂലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി തന്റെ ജീവിതകാലത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ല. പക്ഷെ ഇവര് ഹൈജാക്ക് ചെയ്തെടുത്തു. എന്തുകൊണ്ടാണ് ആ ഒരു സാവിത്രിനെ ഫെമിനിസ്റ്റ് എന്ന് ഇവര് പറയുന്നത്? ഏതെങ്കിലും ഒരു സ്ത്രീ, ശ്യാമ ചേച്ചി, പുള്ളിക്കാരത്തി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പുള്ളിക്കാരത്തി ഫെമിനിസ്റ്റേ അല്ല, പുള്ളിക്കാരത്തിക്ക് ഫെമിനിസ്റ്റ് എന്ന് വാക്കിന് അറപ്പാണ്. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോ പുള്ളിക്കാരത്തിയുടെ ഫുള്ള് റിയൽ ഫെമിനിസ്റ്റ്. ഇങ്ങനെ സ്ത്രീകൾ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എവിടെയോ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഹൈജാക്ക് ചെയ്യും. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്നത് ഇവരൊരു ഗ്രൂപ്പ് ഐഡന്റിറ്റി ഉണ്ട്, ആ ഗ്രൂപ്പ് ഐഡന്റിറ്റിയിലോട്ട് ആൾക്കാരെ ഹൈജാക്കി അവിടെ പോയിട്ട് ഫയൽമാൻ ജയിച്ചേ എന്നുള്ള സംഗതി ഏത് ഗ്രൂപ്പ് ആണെങ്കിലും അതാണ് ഇവര് പറയുന്ന ഇന്റർസെക്ഷണൽ ഫെമിനിസം. ഓരോ ടൈമിലും അലക്കി വെളുപ്പിച്ച് പുതിയ ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ കണ്ട് ആളെ ചേർക്കുന്ന പരിപാടി. അതിലാണ് ഇവരിങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുണ്ട്, നിങ്ങൾ ആരുടെയും പ്രശ്നങ്ങൾക്കില്ല. ഒരു സാധനം ഹിറ്റ് ആവുമ്പോ അവിടെ പോയി തലയിട്ടത് ഞങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഈ കറുത്തവർഗക്കാരെ സ്ത്രീകളെ അടിച്ചമർത്താൻ നിന്നവര് തന്നെ അവര് പിന്നീട് അവർക്കും ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, സ്ലേവറി എടുത്തു മാറ്റി കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കറുത്തവർഗക്കാരെ ആൾക്കാരെ പ്രൊട്ടസ്റ്റ് വന്ന് ആദ്യം അതിനെ എതിർത്തു. അവസാനം ആ പ്രൊട്ടസ്റ്റിന് ഭയങ്കരമായിട്ട് പ്രോമിനന്റ് ആയിട്ട് മൂവ് വന്ന് അവര് ജയിക്കുന്നുള്ള അവസ്ഥയായപ്പോ ഉടനെ ഇപ്പുറത്തി ആടി മറ്റേ കീലേരി അച്ഛന്റെ മാതിരി ഞങ്ങളെ തന്നെ ആര്യൻഡ്ര കഴിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടിയായിരുന്നു അത്. അതാണ് കാലാകാലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ഞങ്ങള് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുണ്ട്, ഫെമിനിസം എങ്ങനെ നിലനിന്ന് പോകുന്നു പറയുന്നത്. ഒന്നുമല്ല, ഈ പരിപാടി ലൈക്ക് ഹിസ്റ്റോറിക്കലായിട്ട് എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓരോ ടൈമിലും പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഇതില് പോയിട്ട് പ്രശ്നങ്ങൾ പോയിട്ട് തലയിടുക, എന്നിട്ട് അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതും പൊക്കി പിടിച്ചോണ്ട് വരിക. ഇത്ര ചെയ്യുള്ളൂ.
ശരിയാണ്. ഇന്ന് CJP പാർട്ടിയുടെ കുറച്ച് മുമ്പ് ഞാനും കണ്ടു ആനിരാജ സമരവേദിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങാനും CJP പാർട്ടി ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിയായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയും. ശരിക്കും CJP അതെ അതെ ഞങ്ങളുടെ പങ്കാളിത്തം കൂടിയുണ്ട്, എഫേർട്ട് കൂടിയുണ്ട്, എന്റെ സാന്നിധ്യമുണ്ട്. അതെ, CJP കമ്മ്യൂണിസ്റ്റ് ആണോ ഇതാണോ CJPക്ക് തന്നെ അറിയില്ല. അതെ 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 പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മൊത്തം എടുക്കും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. തീർച്ചയായിട്ടും എടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എടുക്കും. പിന്നെ അതുമല്ല ഇപ്പൊ ഫെമിനിസത്തെ പറ്റി എന്താണ് വൈഫിന്റെ അഭിപ്രായം? എനിക്ക് കാര്യമായിട്ട് അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്സിനെ കുറിച്ച് അധികമായിട്ട് അങ്ങനെ പോയി ചിന്തിക്കുന്ന ആളല്ല. പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാറുണ്ടോ? ഇല്ല, തീരെ ഇല്ല. ഈ വീട്ടില് തന്നെ ഏറ്റവും കുറവ് ഇതിനെ കുറിച്ച് അറിയുന്നത് ഇപ്പൊ പാത്രം പഠിച്ചിങ്ങനെ വരുന്ന ആളാണ് ഞാൻ. ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് അതെ ഫാമിലി ബാക്കി എല്ലാവരും നന്നായിട്ട് പൊളിറ്റിക്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുന്ന ആൾക്കാരാണ്. ഞാനാണ് കുറച്ച് കുറവ്. ഇപ്പൊ കുറച്ച് ഇങ്ങനെ ഇൻവോൾവ് ആവുന്നത്. ഞാൻ എപ്പോഴും പറയും ഇവന്റെ തലയിൽ കൂടെ പോകുന്ന കാര്യങ്ങള് എന്നെ കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഇതൊക്കെ അറിയാണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നില്ലേ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ ഇവൻ പറയുന്ന പോയിന്റ്സ്, ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ലോജിക്കലി കറക്റ്റ് ആണ് നമ്മൾ നോക്കുമ്പോ. അത് മനസ്സിലാക്കും. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളില് ഞാൻ അങ്ങനെ പറയാറില്ല. ഓക്കെ, എന്താണ് ഫെമിനിസത്തെ പറ്റി അഭിപ്രായം ഉമ്മയുടെ? ഉമ്മയും മോനെ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നല്ലേ പറഞ്ഞ? ഇപ്പൊ ഫെമിനിസം മോൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതാണ് അതിന്റെ മീനിങ്. പക്ഷെ ആ മീനിങ്ങിലല്ല ഫെമിനിസം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങനെ തോന്നാൻ കാര്യം? കാണുന്നല്ലോ ദൈനംദിന അതൊക്കെ കാണുന്നുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് പറയാമോ? അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ട്. ഫെയിമാണ് ഇവിടെ ഈ ഇടയ്ക്ക് ഒരു നിങ്ങൾക്ക് അറിയാം ഒരു അതിജീവിതം എന്നുള്ളൊരു ടാഗ് ലൈൻ ഫസ്റ്റ് വന്നത് തന്നെ. ഇപ്പൊ അതിനുവേണ്ടി രൂപീകരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് എന്തായി. ഇപ്പൊ അവരൊറ്റയ്ക്കുമായി ആ ഗ്രൂപ്പ് പൊതിയിട്ടാ കാണില്ല. അല്ലെ, ഇതിന് കൂടുതൽ എന്തിനാ ഫെമിനിസത്തിനെ കുറിച്ചിട്ട് ഞാൻ ഇനി ഒന്ന് തരുന്നു. ഉമ്മയുടെ ഭാവനയില് അതായത് ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോ എല്ലാ രീതിയിലും സപ്പോർട്ടും സംസാരിക്കേണ്ടതല്ലേ? ഈ ചില ഫെയിമിന് വേണ്ടി മാത്രം, അതായത് ഇപ്പോഴത്തെ ഷിംജിതയുടെ ഇഷ്യൂ നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച, അതിനുവേണ്ടി മാത്രം കുറെ ഫെമിനിസ്റ്റുകൾ മാളത്തിന്ന് പുറത്തേക്ക് ഇറങ്ങി. സാധാരണ കാലില് ഏതെങ്കിലും സ്ത്രീക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റ് നമ്മൾ കാണാറുണ്ടോ? അതായത് അറിയപ്പെടുന്ന കാര്യങ്ങളില്ലേ, അതായത് പുറത്ത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നാലാളായി ബെനിഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. ഷിംജിത കേസ് തന്നെ പറഞ്ഞതില് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ നിരപരാധികൾ കുറെ ഓക്കെ, നിരപരാധികൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ ഓരോ സ്ത്രീയും അല്ലെങ്കിൽ ആൺകുട്ടികളടക്കം അനുഭവിക്കുന്നവരുണ്ട്, അനുഭവിച്ചവരുണ്ട്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എന്റെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികൾ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ആൺകുട്ടികൾ അവരുടെ റിലേറ്റീവിൽ തന്നെ കിട്ടിയിട്ടുള്ളത് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഏതായി അബ്യൂസ് ആണോ? ചെറുപ്പത്തിലെ കിട്ടിയ കാര്യങ്ങളാണോ? ചെറുപ്പത്തിലും കിട്ടും, വളർന്നിട്ടും കിട്ടും, 10-18 വയസ്സായിട്ടും കിട്ടിയിട്ടുണ്ട്. അവർക്ക് സ്വന്തം പാരന്റ്സിനോട് പറയാൻ പേടിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മള് ഞെട്ടുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല, അതല്ല ഒരുപോലെ തന്നെ രണ്ടുപേരും അബ്യൂസ് ആകപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെന്ത് പറയുക, പണ്ടത്തെ ചൊല്ലുണ്ടല്ലോ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കാണ് കേട്. ഇത് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മളെ എങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. ആ പെണ്ണിനാണ് പ്രശ്നം, പെണ്ണിനാണ് പ്രശ്നം. പക്ഷെ ഇല പൊട്ടി പുതിയതായിട്ട് ഇല വരും, അത് വരും. കൊണ്ട മുള്ളിന് എന്നും പേരും, അത് പേര് തന്നെയാ, അത് പേര് തന്നെയാ. അവിടെ പോണ്ട, ഇത് തട്ടും, അറിയാതെ തട്ടിയതായിരിക്കും. സത്യമല്ലേ? അതെ, അറിയുള്ളൂ. ഷിംജിതയുടെ കേസിൽ ഇത് തന്നെയാണ്. ഷിംജിതയാണ് ഞങ്ങൾ അത് വലിയ ഇഷ്യൂ അങ്ങനെ മുമ്പ് പറഞ്ഞു. അവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തർ പറയുന്ന ഒരു പേരെന്താണെന്നറിയോ? ആ ദീപക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലുള്ളതാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മളെന്താ പറയാ, ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കണം ഇതല്ലേ? അതെ അതെ. ഒരു 100% 75% കാര്യം എന്താ പറയുക, ജീവിക്കണം എന്ന് പറയാനോട് ആത്മഹത്യയാണ് പറഞ്ഞിട്ടാണ് നടക്കുന്നത് അല്ല. അപ്പൊ ഈ ആത്മഹത്യ പ്രവണത കൂടുതൽ, എനിക്ക് അങ്ങനത്തെ ആ ഒരു വേർഡ് ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ അങ്ങനത്തെ ഒരു ഇല്ല. മാക്സിമം ഒരു മനുഷ്യൻ ജീവിക്കാനാ ശ്രമിക്കുക. അതെ, മാക്സിമം മരിക്കണം എന്നുണ്ടെങ്കിൽ 1000 കാരണങ്ങൾ,
ജീവിക്കണം എന്നുള്ള ഒറ്റ കാരണം. അതെ അതെ, പക്ഷെ എല്ലാവരും ഒരേപോലെ മനക്കെട്ടില്ലാതെ അല്ലാത്തവരോട് അതാണ് ഈ ദീപകിന്റെ കേസിൽ സംഭവിച്ചത്. ഞാനതാ പറഞ്ഞത്, മാനം പോയിട്ട് എന്തിനാ ജീവിതം. അതെ 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 അതെ, അതാണ് ആ ഒരു പോയിന്റിൽ അത് ചെയ്തതായിരിക്കാം. ഈ തമ്മിൽ തന്നെ ഈ ഷാമ എന്ന് പറയുന്ന കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ നേർക്കൊരു തെറ്റായിട്ടുള്ളൊരു അലിഗേഷൻ തന്നു കഴിഞ്ഞിട്ട് പിന്നീട് അപ്പൊ നിങ്ങളുടെ പേര് എല്ലാവരുടെയും മാറും, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ നിരപരാധിയാണെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അതായത് സ്ത്രീക്കാണ് പ്രശ്നം പുരുഷന്റെ പ്രശ്നമില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ദീപക് അതെ 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 അല്ലെ അതെ അതെ നിരപരാധി തെളിയുന്നവരെ ജീവിച്ചിരുന്നില്ല. മാനം അഭിമാനം എന്നുള്ളത് രണ്ടുപേർക്കും ഉണ്ട്. ഫെമിനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫെമിനിസം എന്നുള്ളത് യഥാർത്ഥ അർത്ഥം അതല്ല, പക്ഷെ ഇവർ കൊണ്ടു നടക്കുന്ന മീനിങ് ആണെങ്കിൽ അത് ഫെമിനിസം അല്ല. ഇതിനെ കുറച്ച് ഈ ഒരു വേർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്കറിയുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അതിനൊരു ഇൻഫ്ലുവൻസ് ചെയ്ത് കുറെ കാര്യങ്ങൾ അവർ പറയും. എന്താണ് ഫുഡ് കഴിച്ചാ അങ്ങനെ ചെയ്യാം, ആണുങ്ങൾക്കൊക്കെ ചെയ്തൂടെ, അതിനെ വെച്ചിട്ട് ഫെമിനിസം. അതിന് ഫെമിനിസം ഒന്നും പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടൊരു ടേം ഉണ്ട്, ഇഗാലിറ്റേറിയനിസം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റിയെ മുൻനിർത്തി ഒരു ജെൻഡറിനും തീരാതെ ഇവര് ഇതാക്കുന്നത്. ആക്ച്വൽ മീനിങ് ഞാൻ പറഞ്ഞല്ലോ, പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രൊമിസ്ക്യൂസ്, അതാണ് ആക്ച്വൽ മീനിങ്. അതും ഒരു തെറ്റായ ഇതാണ്, ലൈക്ക് മോശമായ ഒരു ഇതാണ്. ഇപ്പൊ ഞാനൊരു സ്ത്രീയെ നോക്കി നീ വേശ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ്. അതേ ഞാനൊരു സ്ത്രീയെ നോക്കിയിട്ട് നീ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം. അല്ല, അതിന്റെ മേലെ ഒരു സാധനത്തിന്റെ മേലെ കുട്ടി അടിച്ച് വച്ചിരിക്കുകയാണ്. ഇത് ചൂസ് ചെയ്ത ആൾക്കാർ തന്നെ ഞങ്ങൾ പണ്ട് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ മോശം സ്ത്രീ ആൾക്കാരാണെന്നും പറഞ്ഞ് ചൂസ് ചെയ്തിട്ട് അതിന് വൈറ്റ് വാഷ് ചെയ്തതാണ് ഈ സാധനം. അപ്പൊ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളും ഞങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള ലെവലിലോട്ട് അവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു മീനിങ്. ഈ തമ്മിലൂടെയാണല്ലോ കാര്യങ്ങളൊക്കെ. ഈ തമ്മിൽ തന്നെ പറയുന്നുണ്ട്, ഉദ്ദേശിച്ച് നമ്മള് ഒരു എന്താ പറയാ ഒരു ഉദാഹരണം പോലെ പറയുന്നു, പക്ഷെ അതിന് എന്താ എടുത്തത്? അയ്യോ, അത് ഓർപ്പിക്കല്ലേ. അതീന്ന് എടുത്തത് ഓരോരുത്തരുടെ ഫെമിനിസ്റ്റുകൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ മനസ്സിലായി. കണ്ണാക്കി ഉരുട്ടി പറയുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതാണ് ഉദ്ദേശിച്ചത്. ഒരു ഇപ്പൊ അതില് ഞാൻ മറ്റേ പോസ്റ്റർ ഒട്ടിക്കണ കാര്യം ഞാൻ അതിന്റെ കൂടെ തന്നെ മറ്റേ കണ്ണീർ വാതകം സമരം ഞാൻ പറയണത്, ഞാൻ ആ പോസ്റ്റർ ഒട്ടിക്കാന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കൊളോക്കിയലായിട്ട് ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലൈക് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പൊളിറ്റിക്സിൽ പ്രവർത്തിച്ചിട്ട് വരണം. ഇപ്പൊ ഇവര് പറയാ സ്ത്രീകൾക്ക് അതിന് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് സുഷമാ സ്വരാജിനെ കണ്ടിട്ടില്ലേ? ഇവിടെ ഒന്നും വേണ്ട, കേരളത്തിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, പാലക്കാട് മത്സരിച്ച് വെച്ചാണ്. ഞങ്ങള് ലൈക്ക് പൊളിറ്റിക്കലി ഓപ്പോസിഷൻ ഉണ്ട്, പക്ഷെ പുള്ളിക്കാരത്തി ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുത്തിട്ടാണ്. അതേപോലെ എത്രയോ കേരളത്തിൽ തന്നെ എത്രയോ സ്ത്രീകൾ, KR ഗൗരിയമ്മ പോലെ എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ അവര് എഫേർട്ട് ഇട്ട് വന്നത് അപ്പൊ ഇവര് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അവര് വേറെ ഇവര് പറയുന്ന പോലെ വൃത്തിയായിട്ട രീതിയിൽ ഫേവേഴ്സ് ഉണ്ടാക്കിയിട്ട് വന്നു. അത് ബേസിക്കലി ഇവര് പറയുന്നത് എന്താ പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഇവര് പറയുമ്പോ ഈ കയറി വന്ന സ്ത്രീകള് മാൽ പ്രാക്ടീസിലൂടെ കയറി വന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളൊരു കമ്പനിയില് സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോ അതേ സമയത്ത് അവിടെ വേറെ കുറെ സ്ത്രീകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്ട്ലി പറയുന്നത് ഈ സ്ത്രീകളൊക്കെ വേറെന്തോ ഉടായ്പ കളിച്ച് ാണ് കയറി വന്നിട്ടുള്ളത്. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നിടത്താണ്. ഈ ചില സമയത്ത് പെൺകുട്ടികൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോ അൺഫെയർ ആയിട്ട് തോന്നിയിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ചില കഥകളുണ്ട്. അത് പുരുഷന്മാര് മാത്രമല്ല പെണ്ണുങ്ങളും പറഞ്ഞുണ്ടാക്കണ. ഇങ്ങനെയാണ് ഇൻഡയറക്ട്ലി അവർ പറയുന്നത് ഈ സ്ത്രീകളെ കുറിച്ചിട്ട്. അത് എല്ലാ പാർട്ടിയിലും, ഇപ്പൊ കോൺഗ്രസിലും സ്ത്രീകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ സ്ത്രീകളായിട്ടുണ്ട്. ഉണ്ട്. അപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ത്രീകളായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി KR ഗൗരിയമ്മ ആയ സമയത്ത് ആകെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആയിട്ടില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരിയമ്മ ഭരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായില്ലെന്ന് വെച്ചാൽ ഇവിടുത്തെ പുരുഷ മേധാവിത്വം അതിന് സമ്മതിച്ചില്ല. അങ്ങനെയല്ല, ആ പുരുഷത്തിലെ നവോത്ഥാനം, അതാണ് ഞാൻ പറയുന്നത്, നവോത്ഥാന നായകന്മാരായ CPM-കാർ പോലും സമ്മതിച്ചിട്ടില്ല. ഒതുക്കി കളഞ്ഞു. അപ്പൊ ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഈ
ഇവരൊക്കെ ഇല്ലേ ഫെമിനിസ്റ്റ് ആണോ പറഞ്ഞത്? അതല്ല അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഫെമിനിസം ഇപ്പൊ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം ഫെമിനിസ്റ്റുകളല്ല എന്നാണ് ഞാനും പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ അവരർത്ഥം പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പൊ ഫെമിനിസ്റ്റ് എന്നല്ലേ, ഏത് കാലഘട്ടത്തും അതല്ല. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞാണോ അത് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്? അതോ നിങ്ങൾ ഞങ്ങൾക്ക് പുരുഷ വിരുദ്ധത കാരണം ഫെമിനിസ്റ്റ് അല്ലേ? നമ്മളിപ്പോ പറയണ്ടല്ലോ ഇപ്പൊ ഫെമിനിസ്റ്റ് ഉള്ള ഫെമിനിസ്റ്റുകളൊന്നും ഫെമിനിസ്റ്റുകളല്ലേ. ഈ വാക്കിന് ഇവര് ഹോളിസൈസ് ചെയ്തു. ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് പണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്ന വാക്കിനെ കൊണ്ടുവന്ന് തുല്യത എന്നുള്ള സാധനമാക്കി. ഈ തുല്യത എന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഹോളിസൈസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സ്ത്രീ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിയൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഹൈജാക്ക് ചെയ്യും. അതേസമയം ഇതിനകത്തുള്ള ഒരു സ്ത്രീ ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലൊക്കെ സ്വയം ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീയാണ്. അവരാ ഈ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത സ്ത്രീകളെ വരെ നിങ്ങൾ അതിലോട്ട് എടുക്കും. ഈ ഒരു ഐഡന്റിറ്റി മുൻനിർത്തി ഇതിനു വേണ്ടി കേരളത്തിൽ ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലാണ് ഫെമിനിസം എന്ന് പറയുന്ന ടേമൊക്കെ വൈഡ് സ്പ്രെഡ് ആവാൻ കൂടി പണിയെടുത്തിട്ടില്ല കേരളത്തിൽ. നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. നെഗറ്റീവോ പോസിറ്റീവോ ആളുകളിലെത്തി. അവരൊരു മോശം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവര് സൂഡോ ഫെമിനിസ്റ്റാ അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസ്റ്റാ. ഈ ടേമിന് അവരെ തള്ളിക്കളയാൻ വന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിന് ഇവര് വീണ്ടും പുണ്യമായ ഒരു സാധനമായിട്ട് അവിടെ നിലനിർത്തിയിട്ട് അതിലൊരു ഓപ്പോസിഷൻ വരാനുള്ള സാധനത്തിന് നൈസായിട്ട് അപ്പുറത്തൊരു ബക്കറ്റ്, ഒരു വേസ്റ്റ് ബാസ്കറ്റ് പോലെ അങ്ങോട്ട് ഇട്ട് വെച്ചു. അപ്പൊ എന്ത് ഓപ്പോസിഷൻ വരികയാണെങ്കിൽ അതിനെ തൂക്കേണ്ട തൽക്കാലം കുറച്ചു നേരം ഈ ഫേക്ക് ഫെമിനിസ്റ്റ് സൂഡോ ഫെമിനിസ്റ്റ് ആവശ്യമുള്ളപ്പോ എടുക്കാം എന്നും പറഞ്ഞു. ഇത് ഇതിൽ പെടൂല, അപ്പുറത്താണ് കഴിഞ്ഞു. ഇനി ഒന്ന് അറിയാം ബാക്ക് തിരിച്ചു വരും. ഈ പിൻവാതിൽ നിയമനങ്ങളൊക്കെ പറയും. അതേപോലത്തെ സസ്പെൻഷനിലേക്ക് ഇടണമായിരുന്ന പരിപാടിയാണ്. ഇങ്ങനെ ചെയ്യുന്നോണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ ഇവര് ഇങ്ങനെ ഹോളിസൈസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ടേയിരിക്കും. അത് എത്ര കാലം വേണമെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർക്ക് കോൺസ്റ്റന്റ് ആയിട്ടൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നല്ല സാധനമാണ്, പക്ഷെ ഇതിന്റെ ചരിത്രം ഇപ്പൊ നമ്മള് അതേപോലെ ഇവരുടെ സ്ലിപ്പറി സ്ലോപ്പ് ഒരു പരിപാടി ഉണ്ട്. നമ്മള് ഈ ഒരു ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ആദ്യം ചരിത്രം പഠിക്കുന്നത്. അപ്പൊ നമ്മള് ചരിത്രം പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പറയും ചരിത്രം നോക്കണ്ട, ആനുകാലിക പ്രസക്തി നോക്കുന്നത്. ആനുകാലിക പ്രസക്തി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചരിത്രത്തിലോട്ടും. അത് അവർക്ക് ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല അതല്ല, ഈ ഗോൾ പോസ്റ്റിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇപ്പൊ വോട്ടവകാശത്തിന് സ്ത്രീകൾ കഷ്ടപ്പെട്ട് വോട്ടവകാശത്തിൽ അപ്പൊ ഇനിയിപ്പോ കൊണ്ടുവന്നിട്ട് റേപ്പിലോട്ട് കൊണ്ടുവരും. ഇപ്പൊ റേപ്പിലോട്ട് കൊണ്ടുവരുമ്പോ ഫോൾസ് റേപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്വറ്റ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാ? ഇപ്പൊ ഞാൻ അക്നോളജ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിനെ നിങ്ങൾ ഒരേ ത്രാസിലിട്ട് അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഒരു മീനിനെ അതിന്റെ മരം കയറാൻ അല്ലെങ്കിൽ പറക്കാനുള്ള കഴിവ് വെച്ച് അളന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മൊത്തം ആ മീനിന് കഴിവില്ലാത്ത മീനെന്ന് വിചാരിച്ചിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മള് ഒരു ക്ലാസ്സിലിട്ടിട്ട് ഇതാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇതാവില്ല. അപ്പൊ ആണായിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ. സ്ത്രീകളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇതിന്റെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒരു വാലിഡേഷൻ വേണം. ഇപ്പൊ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പാവാടാനൊക്കെ വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, സിമ്പിൾ. അപ്പൊ അവര് പറയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ചിലത് ലൈംഗിക ദാരിദ്ര്യമായിരിക്കാം, അത് ലൈക് ഫിസിക്കൽ ആയിട്ട് തോന്നുന്നു, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യമുണ്ട്, അതിൽ വാലിഡേഷൻ മാത്രം ആഗ്രഹിക്കുന്ന ലൈംഗിക ദാരിദ്ര്യമുണ്ട്. അപ്പൊ അവര് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവനവന്റെ പ്രശ്നങ്ങൾ പോലും കണ്ണടച്ചിട്ട് ഓപ്പോസിറ്റ് ജെൻഡറിന്റെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം ഒരു വ്യക്തി, അത് ആണായാലും പെണ്ണായാലും കൊടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി അവര് ഈ പറയുന്ന തുല്യത അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനല്ല, അവർ അതിൽ നിന്നൊരു ലാഭമാണ് നോക്കുന്നത്. ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഞാൻ കണ്ണടച്ചിട്ട് അയൽവാസിന്റെ പ്രശ്നങ്ങൾക്ക് പോയി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ചില പരിപാടി, അവനവന്റെ വീട്ടിൽ അരി മേടിക്കാൻ. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ ജയ് ഒരു സഖാവിന്റെ വീട്ടിലെ ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷെ ഈടിന്റെ കാർ തല്ലി പൊളിക്കാൻ പോയി. സഖാവിന് വിവരം ഉണ്ടായിട്ടാ, സഖാവിന് ആവശ്യം, സഖാവിനെ മൂപ്പിച്ചു വിട്ടു. സഖാവിന് ആ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇത് വേണം. അവനവന്റെ വീട്ടിൽ അരി മേടിച്ചു കൊടുക്കാൻ നിന്നില്ല, ഒരു പെയിന്റ് അടിക്കാൻ നിന്നില്ല, ഒന്നും ചെയ്തില്ല. അല്ല അത് വേറെ ഒരു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളൊരു if you are not a communist at your 25, you don't have a heart.
But if you are still a communist after you're 30, you don't